നിങ്ങള് മിണ്ടി പോകരുത്. നിങ്ങൾ എന്തോ കാര്യത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ ഞാൻ ക്ഷണിച്ചോ? വന്ന് നിൽക്കുന്ന ചോദിക്കാതെ പറയാതെ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നത് ഞാൻ. എല്ലാം നിങ്ങൾ കൊടുത്തയക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ തരണമെന്നുണ്ടോ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം എന്തുവാ? അതല്ല, ഞാൻ ഈ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട് ഈ ഭർത്താക്കന്മാർ ഭാര്യ അറിയാതെ ഗൾഫിൽ നിന്ന് വരും, എന്നിട്ട് ഭാര്യയെ കാണാൻ കെട്ടിപ്പിടിക്കുകയും കരയും. മക്കളുടെ പപ്പ വരും, പപ്പ വന്നിട്ട് ഒളിച്ചിരിക്കും, മക്കൾ വരും, പപ്പയെ കെട്ടിപ്പിടിക്കുകയും കരയും. അങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തത്. ഗൾഫിൽ പണിക്ക് പോയതാണോ അതോ നിങ്ങൾ വീഡിയോ കാണാൻ പോയതാണോ? അല്ല, കണ്ടു വന്നതിന്റെ കൂട്ടത്തിൽ ഈ വീഡിയോ കണ്ടതാ ഞാൻ. എന്തോ ഇനിയിപ്പൊ പറയാതെ ഇങ്ങോട്ട് വന്നത്. ഇത് പറയാമെന്ന് പറഞ്ഞു, നമ്മുടെ എന്റെ വീട്ടിലോട്ടല്ലേ ഞാൻ വന്നത്. മനുഷ്യ സ്വന്തം വീടാന്ന് പറഞ്ഞ് വർഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് ഒരു നാണോ ഇല്ലേ നിങ്ങൾക്ക്? എന്താ മക്കള് പറഞ്ഞു പപ്പ ഇഷ്ട അമ്മയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയാന്നല്ലോ. അങ്ങനെയാന്നേ ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ. എന്നാലും പറയാന്ന് ചിരിച്ചോട്ട് പറയാ വന്നത്, ചിരിച്ചോട്ട് പറയാ വന്നത്. എന്തോ ഞാൻ വന്നത് ശരി, ഇതിനകത്ത് 10-15 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എല്ലാ നാട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്. എല്ലാവരും വന്ന് കയറി വരും. എന്റെ അണ്ടിപ്പരിപ്പ് മെതാമ്പരിപ്പ് നിന്നിട്ട് ഒന്നും കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന എന്തൊരു കോടാലി തൈലും അതും ഇതിനകത്ത് കൂടെ കണക്കാക്കാം. ഇപ്പൊ നിനക്ക് സർപ്രൈസ് മനസ്സിലാക്കിയില്ല? ഒറ്റയ്ക്കിരുന്ന് അണ്ടിപ്പരിപ്പും ബദാംപരിപ്പും തിന്നാന്നാണോ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് അത് ഗൾഫിൽ വെച്ച് തിന്നത്തില്ലായിരുന്നോ മനുഷ്യ? ഗൾഫിൽ വെച്ച് തിന്നു കഴിഞ്ഞാൽ അറബി എന്നെ ഒട്ടകത്തേച്ചോ കടുപ്പിക്കും. എനിക്ക് അറിയത്തില്ല. ഞാനേ നിങ്ങളെ പറയാതെ വന്നോണ്ട് ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല. എന്തേലും വെച്ചോണ്ടാക്കി തരാം. എനിക്ക് കേട്ടോ എന്തേലും അല്ലാതെ ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഇത്ര നാൾ കൊണ്ട് ആഗ്രഹിക്കാം നിന്നെ ഇങ്ങനെ ഒട്ടും വേണ്ട കൂടുതലങ്ങ്. എപ്പോഴും പുറപ്പെട്ടത് ഞാൻ രാവിലെ 6 മണിക്ക് ഫ്ലൈറ്റ് കയറിയതാ. ഏത് ഫ്ലൈറ്റ് ആയിരുന്നു? എയർ ഇന്ത്യ. അതിന് ഇത്രയേറെ വിടണോ? എയർ ഇന്ത്യ അല്ലേ ഫുഡ്. നിങ്ങൾ വന്നിട്ട് ഒരു മണവും ഗുണവും ഇല്ലല്ലോ മനുഷ്യ. എന്താ? അല്ല, ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഇച്ചിരി സ്പ്രേ ഒക്കെ അടിക്കരുതായിരുന്നു. ഞാൻ അടിച്ചില്ല, മനഃപൂർവ്വം അടിക്കാതെ വന്നത്. എന്താ? ആ മണം അടിച്ചും കയറി വരും നിന്റെ ബന്ധുക്കാരും എന്റെ ബന്ധുക്കാരും ഒക്കെ ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി. അറിയാമോ, ഇതിലൊക്കെ വല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പിന്നെ കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത്? കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അബുദാബി നേരെ ദുബായിൽ ഇരുന്നത്. ദുബായിൽ ഇങ്ങനെ അറേബ്യയിൽ നിൽക്കുവാ ഞാൻ. അവിടെ സമയത്ത് എന്റെ കൂടെ പഠിച്ച മേരിക്കുട്ടി, ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഞാൻ നിനക്കുള്ള സ്വർണം ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ മേരിക്കുട്ടി ഞാനിവിടെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് നിന്ന സമയത്ത് മേരിക്കുട്ടി എന്റെ നമ്പർ അങ്ങ് വാങ്ങിച്ചു. നിങ്ങൾ അച്ഛന് മാറ്റിട്ടുണ്ട് 1.5 ഗ്രാമിന്റെ ഒരു മാല. എന്തോ കാര്യത്തിലായിരുന്നു അച്ഛന് വേണ്ട ഈ ഇറക്കമുള്ള ഒരു മാല ഉണ്ടായിരുന്നു. അല്ല, എന്റെ മാലയുടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്റെ ഈ പുക്കളുടെ ഇവിടെ കിടക്കട്ടോ. അതാകുമ്പോഴേ ലോക്കേറ്റ് പുക്കളിൽ കുരുങ്ങി നിന്റെ അച്ഛൻ അവിടെ കിടക്കണം. പിന്നെ അങ്ങനെ ഇവളുമായിട്ട് നടന്ന് സംസാരിച്ച് അവളെല്ലാം നടന്നു കഴിഞ്ഞപ്പോ ഈ മേരിക്കുട്ടി എന്നോട് പറയാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. നിന്റെ അമ്മയ്ക്ക് ഒരു വള വാങ്ങിച്ചിട്ടുണ്ട്. മേരിക്കുട്ടി എന്റെ ഇനി സ്വർണ്ണമില്ല, ഞാൻ അടിക്കാൻ. ചായ എടുക്കടേ, ചായ എടുക്ക്. ഓ ദൈവം തമ്പുരാനേ, ഒരുത്തിനും ബന്ധം പറഞ്ഞ് കയറി വരാതിരുന്നാ മതിയായിരുന്നു. എന്തോട്ട് വിശേഷം? സുഖാണോ? അയ്യോ, പൊല്ലാത്തൊരു വരവായി പോയി. എന്തോ അങ്ങ് ഉണങ്ങിപ്പോയല്ലോ. അല്ല, അതല്ല എന്നെ കൊണ്ടുവന്ന, ഞാൻ അതിനെ കൊണ്ടുവന്ന. എന്നോട് ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞതാ. എന്തോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ആ ചേച്ചിയായി എന്തോ വെറുതെ വന്ന നിപ്പാണല്ലോ. പുള്ളിക്ക് എന്തൊക്കെ ഒന്ന് കഴിക്കാനൊന്നും കൊടുത്തില്ലയോ? അയ്യോ, പെട്ടെന്നല്ലേ വന്നത്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒന്നും കൊടുത്തില്ല. അയ്യേ, പിന്നെ അറിഞ്ഞായിരുന്നോ നമ്മുടെ സുമിയുടെ കല്യാണം അറിഞ്ഞായിരുന്നോ? ഏത് സുമി എന്ന് പറഞ്ഞ തങ്കമണി ചേച്ചിയുടെ? സുമിയല്ല, സുമ. സുമ. ആ സുമയുടെ സുമേ അനിയത്തി തെന്നലും. അച്ഛന്റെ പേരെന്താ? അലർജി എന്നായിരുന്നു. അല്ല, ചുമയും തുമ്മലും എന്ന് പറഞ്ഞു. സുമയും തെന്നലും, അങ്ങനെ പിള്ളേരുടെ പേര്. എനിക്ക് ഇത് സംഭവങ്ങളൊന്നും എനിക്ക് ഇവിടെ ഉള്ളവരെ ആരെ അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല. കല്യാണത്തിന്റെ അന്ന് ആരെങ്കിലും ഒരാളുണ്ടായിരുന്നോ ഈ കാര്യങ്ങൾ നോക്കാൻ? മറുവീടിന് അവരെ വീട്ടിലേക്ക് പോയി. ഈ അലമാര പിടിക്കുന്ന ആരാ? ഞാനാ ഒരു ഒറ്റ പിടുത്തായിരുന്നു, തോളുകൊണ്ട് തട്ടിയാണ്. തോളുകൊണ്ട് തട്ടി ഞാൻ അങ്ങ് മാറ്റിയായിരുന്നു. മാറ്റിയാൽ അങ്ങനെ സംസാരിച്ച് വേറെ വിഷയമൊന്നും ഇല്ലായിരുന്നു, കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ മരണം അറിഞ്ഞായിരുന്നോ? നമ്മുടെ മരണോ? അല്ല, നമ്മൾ മരിച്ചില്ലല്ലോ അറിയാൻ വേണ്ടി. ശേഖരൻ ചേട്ടന്റെ വീട്ടിൽ അവിടുത്തെ മരണം അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നെ, ബന്ധുക്കാരെല്ലാം നിരന്നങ്ങ് നിന്ന് പെട്ടി പിടിക്കാൻ ഒരുത്തം ഉണ്ടായിരുന്നു. സെന്ററിൽ ചെന്ന് ഞാൻ നാട്ടെ എന്നിട്ട് എന്തോ പറയാനെന്ന് പറഞ്ഞു. അങ്ങനെ മരണം ഒരു പൊല്ലാത്തൊരു മരണമായിരുന്നു. അപ്പോഴേ പിന്നെ നമ്മുടെ പ്രതിഭ ക്ലബിലെ വാർഷികം വരുവാണ്. വാർഷികത്തിന് അറിയാലോ, വടംവലി മെയിൻ. ഞാൻ ആരെങ്കിലും മറക്കും അത്? അറിയത്തില്ല. പ്രതിഭ ക്ലബും പ്രതീക്ഷ ക്ലബും തമ്മിലുള്ള വടംവലി. വേറെ കേസ്, ഞാൻ ഇനി വരും. പിരിവെന്ന് പറഞ്ഞാൽ താഴരുത്, ഒരു പൊടി പോലും താഴരുത്. നീ ഇപ്പൊ താഴ്ന്ന, ഞാനല്ല താഴ്ന്ന അവിടെ കിടന്നു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ
താഴരുന്ന് ഞാൻ പറഞ്ഞതാ. ഇരുപത്തി ഞങ്ങള് വടംവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭാ ക്ലബ്ബുകാർ വലിക്കുന്ന ഒരു വലിയുണ്ട്. അതുപോലെ ആരെങ്കിലും വലിക്കോ? എങ്ങനെയാ വലിക്കുന്നേ? ഒരു ഒറ്റ നിപ്പ ഇങ്ങനെ ഇങ്ങനെ നിന്നേച്ചതാ. നീ വടം ക്ലബ് ഇങ്ങോട്ട് വലിക്കട്ടെ. ഇവിടെ നീ വടം വലിച്ച, പക്ഷെ എന്നെ വലിപ്പിക്കാൻ നോക്കണ്ട. എന്നെ വലിപ്പിക്കാൻ ഏത് കഥ അടിച്ച ചൂടെന്ന് പറഞ്ഞ എമ്മാതിരി ചൂട്. അസാധ്യ ചൂടാ. ഇവിടുത്തെ കാര്യം മറന്നുപോയി. അവിടുത്തെ ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാ. അയ്യോ, ഇതെന്തോ പച്ച കുത്തിയതാണോ ഈ കഴുത്തില്? അല്ലല്ല, പിന്നെ അത് സൂര്യാഘാതം ഏറ്റത്. ഓ, കേരളം പോലെ കിടക്കും. നോക്കിയേച്ചേ, ഞാൻ കണ്ടില്ല. അതെങ്ങനാ? എനിക്ക് വേണം, എനിക്ക് വേണം. ആരാടി ഇത്? ആരാ ഇത്? എനിക്കറിയത്തില്ല ഇതാരാന്ന്. ആരാ നീ? നെടുമ്പാശ്ശേരി വേണം. എനിക്ക് വേണ്ട, നീ എങ്ങെടുത്തോ നെടുമ്പാശ്ശേരി? അല്ല, നെടുമ്പാശ്ശേരി ഉള്ള വേണം. നീ ഇതിന് എന്റെ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത്? ചേട്ടൻ വന്നിറങ്ങിയപ്പോ ഫോൺ വിളിച്ച് പറയുന്ന കേട്ടായിരുന്നു, പെട്ടിയിൽ 2 കുപ്പി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയും വിളിച്ചു വന്നു. നെടുമ്പാശ്ശേരി ഇവിടെ വരെ 14,000 രൂപ മുടക്കി ടാക്സി പിടിച്ച് വന്നോ? 4850. എന്റെ പൊന്ന് കിഴങ്ങാ, ഈ 4850 രൂപ മുടക്കിപ്പോ നിനക്ക് നെടുമ്പാശ്ശേരി വെച്ചിട്ട് 500 രൂപ മുടക്കി ഒരു പൈൻറ്റ് വാങ്ങിച്ച് കുടിച്ചാൽ പോരായിരുന്നോ? 1-ാം തീയതി അല്ലേ, എങ്ങൊന്നും കിട്ടൂല. നെടുമ്പാശ്ശേരിക്ക് വണ്ടി ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നടന്നു പോകും ഞാൻ. പറഞ്ഞായിരുന്നു ആരും അറിയാതെ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ മനസ്സറിയാതെ സാധനം പോയില്ല. സാധനം പോയോ? 35,000 രൂപ മുടക്കിയ സാധനം കൊണ്ടുപോയി കുടിക്കട്ടെ. ആരെങ്കിലും കൊണ്ടുപോയി കുടിക്കട്ടെ. ഞാൻ വിചാരിച്ചു നിന്റെ ബന്ധുക്കാരനായിരിക്കുന്നത്. എന്റെ ബന്ധുക്കാരൊന്നുമല്ല. എന്റെ ബന്ധുക്കാർ അങ്ങനെ മുഖമുള്ള ഒരാളില്ല. പോ. പിന്നെ വേറെ കാര്യമുണ്ട്. എന്ത്? അവൻ എങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാലും ആ കുപ്പി പൊട്ടിച്ച് കുടിക്കാൻ പറ്റത്തില്ല. എന്താ? ഇനി സാധാരണ കുപ്പി നമ്മൾ തുറക്കുന്നത് ഇങ്ങനെയല്ലയോ? ഈ കുപ്പി തുറക്കുന്നത് ഇങ്ങനാ. ഇപ്പൊ 3-4 തവണ പിടിക്കുമ്പോ കുപ്പിയുടെ വക്ക് പൊട്ടും, അവന്റെ കൈ കീറി, അവൻ മുടി, അവന് കുടിക്കാൻ പറ്റത്തില്ല. അവൻ കുടിക്കരുത്. അല്ല ദൈവമേ, അവൻ കുടിക്കല്ല, കൈ കീറണേ, അവന്റെ കൈ. കേട്ടോ, ഇപ്പോഴും രണ്ടുപേരും അന്താളിച്ച് നിൽക്കാൻ ഞാൻ ആരാന്ന് മനസ്സിലായില്ല. എന്റെ പൊന്നെ, രണ്ടുപേരും അർത്ഥം പറ്റി നിൽക്കല്ലേ? മനസ്സിലായില്ലേ? ഒഴിച്ച ഒരു പെഗ് അമ്മ സംസാരിക്കാം. അല്ല, ചിലപ്പോ നമ്മള് ചെറുപ്പത്തിലെങ്ങനെ കണ്ട ആളായിരിക്കും. ക്ലാസ് ആപ്പിട്ട് അന്തം വിട്ട് നിൽക്കുക ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട്. എന്ത് പറയാനാന്ന് പറ, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ. കണ്ടട്ടെ, അമ്പലത്തിലെ ഞാൻ തോന്നുന്നു. ദേശം വെള്ളം കൂടി കട്ടിക്കഴിച്ചാല് ചിലപ്പോ ഉള്ളു കത്തി പോയി കഴിഞ്ഞാൽ എന്റെ തിരിച്ച് കിട്ടിയല്ല. ടിക്കറ്റ് പോലും ഞാൻ കീറി കളഞ്ഞായിരുന്നു ഫ്ലൈറ്റിന്റെ. ഓ, ഇപ്പഴാ ഒരു ആശ്വാസം. ഒരു കൂടെ വെച്ച് ഒറ്റ പറയാന്ന് നിങ്ങൾ സംശയിക്കട്ടെ. ഞാൻ പറഞ്ഞേ ഉത്സാഹിച്ച് നിൽക്കുന്നേ. പറയണം, കൊള്ളാന്ന്. ഞാനൊന്ന് പറയണം കേട്ടോ. 2 പെഗ്ഗൊക്കെ ചെന്നാലേ നമുക്ക്. നീ ചേട്ടൻ ഞാൻ ഒരു പെഗ് വെച്ചേ. ചേട്ടൻ ഒരു പെഗ് വെച്ചു. എന്താ നോക്കി നിൽക്കുക? കഴിഞ്ഞോ? ആദ്യം അവൻ ആ കുപ്പിയും കൊണ്ടേ പോയുള്ളായിരുന്നു. 2ാമത് അവൻ വന്ന് നിങ്ങളുടെ കൈയും കൊണ്ട് ഒഴിച്ചു കുടിച്ചോണ്ട് പോയി. അവനാണ്. അവൻ ആരാടി? അവൻ കണ്ടടം പറക്കി നടക്കുന്ന ദാരിദ്ര്യവാസി. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു പ്രവാസി. പോയി. എവിടെ പോവാ? എല്ലാ പ്രവാസിയും തിരിച്ചു പോന്ന ഇങ്ങനെ പോവാന്നേ പൊക്കോ. കൊണ്ടുവന്നെങ്കിൽ തന്നിട്ട് പോന്നേ. അയ്യോ, ഇതിനെക്കാളും ഭേദം അവനായിരുന്നു.